വേദികളെ ഹരം കൊള്ളിക്കുന്ന ഗായികമാരിലെ പ്രധാനിയാണ് റിമി ടോമി. പാട്ടിനൊപ്പം കിടിലൻ ഡാൻസും ചെയ്ത് കൊണ്ടാണ് റിമി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുള്ളത്. പാടുന്നത് റിമിയാണെങ്കിൽ എന്തോ ഒരു എനർജി എല്ലാവർക്കും കിട്ടുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ പാട്ട് പാടി തുടങ്ങിയ കാലത്ത് തന്നെ കന്യാസ്ത്രീ ആവാൻ നോക്കിയതിനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ് റിമി ഇപ്പോൾ. ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് തന്നെക്കുറിച്ചുള്ള ചില രസകരമായ കഥകൾ റിമി പറഞ്ഞത്. കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചിരുന്നതിനെ പറ്റി പറയുകയാണ് റിമി. ആദ്യമായിട്ട് മഠം പൊളിച്ച കന്യാസ്ത്രീ എന്ന പട്ടം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഞാനും വീട്ടുകാരുമൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ സിസ്റ്റർമാരുടെ ഉടുപ്പിടൽ ചടങ്ങിന് പാടാനായി ഞാനും പോകുമായിരുന്നു. പിന്നെ സൺഡേ സ്കൂളിലും അവിടുത്തെ എല്ലാ പരിപാടികളിലും കുർബാനയ്ക്കുമൊക്കെ പോകുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജീവിതം. പള്ളി വീട് എന്ന രീതിയിൽ ജീവിച്ച പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. പഠിച്ചത് സെൻറ്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണ്. ഒരു സിസ്റ്റർ കന്യാസ്ത്രീ ആവുന്നതിനെ പറ്റി കുറേ പറഞ്ഞത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ആ സിസ്റ്ററിനും മനസ്സിലായി എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. അത് മോശമാണെന്നല്ല, പക്ഷേ ദൈവവിളി കിട്ടണം. എനിക്കതില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നു. ദൈവത്തിന് എന്നെക്കൊണ്ട് വേദികൾ അലക്കി പൊളിക്കാനുള്ള വിധിയായിരിക്കും ഉണ്ടായിരിക്കുക. നാളെ നമ്മൾ ഇങ്ങനെയാവും, 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതൊന്നും നടക്കാനും പോകുന്നില്ല. നമ്മളെ പറ്റിയുള്ള പ്ലാൻ മുകളിൽ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നടക്കുകയുള്ളൂ, റിമി പറയുന്നു. പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നും ഒരു സ്ഥാനം തന്നാൽ മതി. പിന്നെ സ്റ്റേജിൽ നിന്ന് പാടുകയല്ലാതെ ആളുകൾക്കിടയിലേക്ക് ഒരിക്കൽ പോലും ഇറങ്ങിപ്പോയിട്ടില്ല. ഇപ്പോഴത്തെ ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ പോവാറുണ്ട്. അത് വലിയ കാര്യമാണ്. ഇപ്പോഴാണ് പാട്ടും ഡാൻസുമൊക്കെ എല്ലാവരും അംഗീകരിച്ചത്. കുറച്ചുകൂടി വർഷം മുന്നോട്ട് പോയാൽ ഡാൻസ് കളിക്കുന്നതാരും കുറവോ എന്തോ വലിയ അപരാധം ചെയ്തത് പോലെയായിരുന്നു. 15 വർഷം മുമ്പത്തെ കാര്യം ഇങ്ങനെയായിരുന്നില്ല. അന്നൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ പോലീസുകാരെ പറയും ഇന്ന് സ്റ്റേജിന് താഴെ ഇറങ്ങി പാടരുതെന്ന്. അവിടെ നിന്നിട്ടുള്ള പരിപാടികളെ എനിക്കുള്ളൂവെന്ന് റിമി പറയുന്നു. എന്നാലും റിമി ടോമിയുടെ ഗാനമേള എവിടെയുണ്ടോ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വരുന്നതിനെ പറ്റിയും അവതാരകന് ചോദിച്ചു. അങ്ങനൊരു പരിദോഷം തനിക്കുണ്ടെന്ന് റിമി പറഞ്ഞു.